ബിൻസിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീ എൻട്രി ടൈമിൽ ബിൻസി കുറേ പൊട്ടിത്തെറിച്ചത് മസ്താനിയുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു അനുവിനേക്കാളും കൂടുതൽ പൊട്ടിത്തെറിച്ചത് മസ്താനിയായിട്ടുള്ള ഒരു വിഷയത്തിലായിരുന്നു. ശരിക്കും അത്രയും നിങ്ങളെന്താ ഒരുമിച്ച് ആ ഹൗസിൽ നിന്നിട്ടുമില്ലായിരുന്നു. എന്തായിരുന്നു ശരിക്കും നിങ്ങൾ തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം? നമ്മൾ കേട്ടിരുന്നു ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി, ആ ഒരു സംഭവം കൊണ്ട് മാത്രമായിരുന്നു അത്രയും ഒരു പ്രശ്നം ഉണ്ടായത്. മസ്താനിയായിട്ട് ഞാൻ എവിക്റ്റായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ മസ്താനി പറഞ്ഞത്, ബിൻസി ദാരിദ്ര്യം വിറ്റ് ജീവിക്കാനായിട്ടല്ലേ ബിഗ് ബോസിൽ പോയത്, ബിൻസിയുടെ ചാച്ചൻ ഓട്ടോ ഓടിക്കുകയല്ലേ, അപ്പൊ എപ്പൊ എവിടെ നോക്കിയാലും ലൈവ് കാണുന്ന സമയത്ത് ഫുള്ളും ബിൻസി ഇരുന്ന് പറയുന്നത് ചാച്ചൻ ഓട്ടോ ആണ്, എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് വന്നത്, വീട്ടിൽ പൈസ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ബിൻസി ഇതിന്റെ ഉദ്ദേശം എന്ന് ഒരു അരമണിക്കൂറും ബാക്കി ഒരു 3/4 മണിക്കൂർ ഫുൾ അപ്പാനിയുടെ കാര്യങ്ങളാണ് എന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ചത്. ഞാനും ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്, ഞാനും ആങ്കർ ആണ്. അപ്പൊ എനിക്കറിയാം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആളോട്ടും കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതെ, അത് മനസ്സിലാകും. അല്ലാതെ വീണ്ടും വീണ്ടും അത് ചോദിച്ച് മുൻപിലിരിക്കുന്ന ആൾ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഇന്റർവ്യൂ നമ്മൾ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു, അവിടെ നിന്ന് പോന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിലാണ് മസ്താനി ബിഗ് ബോസിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് ആളോട് നേരിട്ട് ചോദിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിക്റ്റായി വന്നൊരു മാനസികാവസ്ഥ അതൊട്ടും ഓക്കെ ആയിരുന്നില്ല ഞാൻ. അപ്പൊ എനിക്കൊരു വഴക്കിന് പോകാനൊന്നും വയ്യ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റ്സ് സഹിക്കാൻ പറ്റാത്ത കമന്റ്സ് ആയിരുന്നു എനിക്ക് വന്നത് ഫുള്ളും. ആ ഇന്റർവ്യൂവിന്റെ പേരിൽ ഞാൻ കുറേ നെഗറ്റീവ്, വീണ്ടും ഞാൻ PR അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരാളാണ്, അതുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞ് മസ്താനി എവിക്റ്റായി വന്നു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മസ്താനിനെ നേരിട്ട് കാണാനായിട്ട് ഒരു അവസരം കിട്ടുന്നത് BBയിൽ നമ്മുടെ ഹൗസിൽ കയറിയപ്പോഴാണ്. ആ സമയത്തും മസ്താനി വന്നപ്പോൾ തന്നെ എല്ലാവരുടെ അടുത്തും കരഞ്ഞുകൊണ്ടാണ് ആള് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. എല്ലാവരുടെ അടുത്തും അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഓരോ കോർണറിലും നമ്മൾ നോക്കുമ്പോഴും മസ്താനിനെ കരച്ചില്ല, അതിനെ ആശ്വസിപ്പിക്കാൻ, ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും, ഫുൾ ആശ്വസിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ അടുത്ത് ആള് മിണ്ടാൻ വേണ്ടി വന്നില്ല, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു നേരെ അകത്തേക്ക് കയറുമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന എൻ്റെ അടുത്താണ് മസ്താനി വന്നിട്ട് ചോദിക്കുന്നത്, ബിൻസി എന്താണ് പ്രശ്നം, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് ആളങ്ങ് തുടങ്ങുകയാണ്. അതായത് നിങ്ങൾ ഒരു വലിയൊരു കോണ്ടാക്ട് ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ, എന്താണ് ബിൻസി പ്രശ്നം, എന്താണ് എൻ്റെ അടുത്ത് മിണ്ടാത്തത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മസ്താനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മസ്താനി ഒന്ന് രണ്ടും പറഞ്ഞു. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, മറ്റുള്ള ആൾക്കാരോട് കരഞ്ഞ് സംസാരിച്ചൊരു മസ്താനി ആയിരുന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആള് സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടർ അങ്ങ് മാറി എന്നെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ കുറെ സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് പൊട്ടിത്തെറിയാണ്. ഞാൻ പറഞ്ഞു, മസ്താനി ഞാൻ ഇവിടെ അന്തസ്സായിട്ട് ഇറങ്ങി പോയത്, ഞാൻ എന്തായാലും നീ പോയതുപോലെ അല്ല പോയത്, അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മസ്താനി പറഞ്ഞൊരു ഡയലോഗ്, അത് എന്തൊക്കെ വന്നാലും ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ പോയത്, ഒരു ആക്ഷനോടുകൂടിയാണ് മസ്താനി പറയുന്നത്. അവിടെ ഞാൻ 1 മിനിറ്റ് സ്റ്റക്കായി. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ആവട്ടെ. ഞാൻ നിങ്ങൾക്ക് ആ ലൈവ് എപ്പിസോഡിലും ഉണ്ട്, ഞാൻ 1 മിനിറ്റ് ഒന്ന് പോസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, മസ്താനി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ എണീറ്റ് ചെല്ലുന്നത്. അത് വേറൊന്നുമല്ല, പ്യുവറായിട്ടും അപ്പനെ പറഞ്ഞ ഏത് മക്കൾക്കും പൊള്ളും. ഞാൻ എൻ്റെ ചാച്ചനായിട്ട് അത്ര കമ്പനിയാണ്. ആ മനുഷ്യൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷമായി. ആ 29 വർഷം ഓട്ടോ ഓടിച്ചാണ് എന്നെ ഈ ഡിഗ്രിയും PG ഒക്കെ പൈസ കൊടുത്താണ് എന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിപ്പിച്ച് ഈ ഒരു നിലയിലെങ്കിലും എന്നെ എത്തിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. എനിക്ക് താഴെ ഒരു അനിയത്തിയാണ്, ആൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സാണ് ആളെ ഇപ്പൊ ചാച്ചൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളെ നോക്കി വളർത്തിയ ഒരു അപ്പനെ പറഞ്ഞ എനിക്ക് പൊള്ളില്ലേ? പിന്നെ ഞാനത് ചോദിച്ചു. മസ്താനി എൻ്റെ ചാച്ചനെ പറഞ്ഞത് ഒരു പ്രാവശ്യം അല്ല, ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ട്രിഗറായി. എന്റെ ദാരിദ്ര്യം വിറ്റ് എൻ്റെ ഓട്ടോ കഥകൾ. ഞാനിപ്പോൾ ആലോചിക്കുന്ന, ഈ ഓട്ടോ അത്ര കുറച്ചിലാണോ, അത് ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? ഈ BBന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ എവിക്റ്റ് ആക്കി വിട്ടത് ഓട്ടോയിലല്ലേ, അപ്പൊ ബിൻസിക്ക് എന്താ ഫീൽ ചെയ്തത്, അച്ഛൻ്റെ തൊഴിലിനെ അഭിമാനിക്കുമല്ലേ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം എനിക്ക് ബിഗ് ബോസ് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കാൻ തോന്നില്ല. സത്യം പറഞ്ഞാൽ എവിക്റ്റായി വന്ന സമയത്ത് ഓട്ടോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലെ ഇല്ല. കാരണം ഞാൻ എവിക്റ്റായെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ കിളി പോയി നിൽക്കുകയാണല്ലോ. അപ്പം അതിനുശേഷം പിന്നെ മസ്താനി ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. പിന്നെ മസ്താനിക്ക് ഫാമിലിനെ പറച്ചില്ല, അത് ഉള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വന്ന് കയറിയപ്പോൾ തന്നെ രേണു സുധിയുടെ ഫാമിലിനെ മസ്താനി തൊട്ട് കളിച്ചു. അതുപോലെ റെന, ആലിഫ് എന്തൊക്കെയാണ് പറഞ്ഞത്. റെന അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പാനി രേഷ്മ വൈഫ് പ്രഗ്നന്റ് അല്ലേ, എന്നിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വീട്ടുകാരെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല. ആ സമയത്ത് ഇപ്പൊ കുറേ പേര് പറയുന്നുണ്ട്, ബിൻസി ഇങ്ങനത്തെ ഒരാളായിരുന്നോ എന്ന്.
അങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് അല്ലെ ചോദിക്കുന്ന സമയത്ത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, നമ്മുടെ സ്വന്തം ഫാദറിനെ പറയുകയാണെങ്കിൽ അല്ലെ, അതെ, ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് ഫാദറിനെയും തൊഴിലിനെയും പറഞ്ഞു കഴിഞ്ഞാല് ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ചുമ്മാ എന്നെ അച്ഛനെ പറഞ്ഞ നല്ല അടി കിട്ടും. ഞാൻ അത്രയും ചെയ്തോളൂ. ആ സമയത്തെ നമുക്ക് വേറൊന്നും തോന്നത്തില്ല, ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാരോടൊന്നും തോന്നത്തില്ല. സഡൻ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. അതെ, അതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെ, പക്ഷെ ആ സമയത്ത് മസ്താനി അവിടെ സൈലന്റ് ആയിട്ട് ഇരുന്നു. ഞാൻ മസ്താനി അടുത്ത് എന്താ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ, മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും മസ്താനി ഇവിടെ സൈലന്റ് ആയിരുന്നു. പക്ഷെ കളി മാറിയത് ഈ സൈലന്റ് ആയിട്ടുള്ള മസ്താനി ഉത്തരം മുട്ടിയിരിക്കുകയായിരുന്നു അവിടെ, അങ്ങനെ വേണം പറയാൻ. അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് പുറത്ത് നല്ല റീലൊക്കെ ചെയ്ത് സ്ലോ മോഷൻ ഒരു സാധനമൊക്കെ പിടിച്ച് സാഡ് BGM ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. PR ടീം ഉണ്ടായിരുന്നോ? യെസ്, പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി മസ്താനിക്ക് നല്ല PR ഉണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തിട്ട് പോവായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ അകത്തേക്ക് ചെന്നത്. അത് കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പേജ് ഹാൻഡിൽ ചെയ്തത് എൻ്റെ അനിയത്തിയാണ്, ആളാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതുകൂടെ കേട്ടപ്പോൾ പൂർണ്ണമായി. എന്നിട്ട് എനിക്കറിയാം അനുവിന്റെ അടുത്ത് ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിനു ഇളകും, വിനുവിന് കഷ്ടപ്പാടായിരിക്കും, PR നല്ലപോലെ ശക്തമായിട്ട് പ്രവർത്തിക്കും എന്ന് എനിക്കറിയായിരുന്നു. ആ സമയത്താണ് പിറ്റേ ദിവസം മസ്താനി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. അത് വീണ്ടും ആ പ്രശ്നം മുറുകിയ സമയത്തും അനുവിന്റെ PR-ഉം മസ്താനിയുടെ PR-ഉം എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നോ? മേ ബി അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞങ്ങൾ റീ എൻട്രിക്ക് പോയിട്ടുള്ള ആരും PR ഒന്നും കൊടുത്തിട്ടല്ല അകത്ത് കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഹായ് ബൈ പറഞ്ഞിറങ്ങാനും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാനും അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ PR കൊടുത്തിട്ട് ഒരാളകത്ത് കയറിയെങ്കിൽ അത് റീ എൻട്രിയുടെ 4 ദിവസത്തേക്ക് മേ ബി എന്തെങ്കിലും പ്ലാൻസ് ഉള്ളിൽ കാണും, അറിയില്ല നമുക്ക്. അതുകൊണ്ടായിരിക്കണമല്ലോ വന്നപ്പോൾ തന്നെ എല്ലായിടത്തും സംസാരിച്ച്. പിന്നെ എനിക്ക് അറിയായിരുന്നുടാ, വരുമ്പോ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് വരുന്നു, മലയാളീസ് ആണ്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് ആണ്, അപ്പൊ അവർക്ക് ചിലപ്പോൾ സങ്കടം വരും. ഇത്രയും ആഴത്തിലിറങ്ങി ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പാതിയെ കാണത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാരും പെട്ടെന്ന് മനസ്സലിഞ്ഞു പോകും കണ്ണീര് കാണുമ്പോൾ. സോ അങ്ങനെ കുറെ പേരെ സ്നേഹം മസ്താനിക്ക് കിട്ടി. ഇപ്പൊ മസ്താനി വെളുത്തിരിക്കാണ്, ബിൻസി എയറിലാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് കെയർ ചെയ്യുന്നില്ല. അതെ, മസ്താനി താഴോട്ട് വന്നു, ബിൻസി എയറിലോട്ട് പോയി എന്നാണ്. പക്ഷെ അപ്പാനി ചേട്ടനാണെങ്കിൽ പക്ഷെ ക്ഷമ കൊടുത്തു. ഇഷ്ടപ്പെട്ടോ? അത് അപ്പാനിയുടെ ഇഷ്ടമല്ലേ. അപ്പാനി വന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന്, എൻ്റെ അടുത്തും അക്ബറിക്കാടുത്തും സരിയ ചേച്ചിയുടെ. ഞാൻ പറഞ്ഞു വേണ്ട അപ്പാനി, ആലോചിച്ചിട്ട് ചെയ്താൽ. കാരണം അപ്പാനി ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടും വിഷമം എന്താന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ അത് കാരണം ആലോചിച്ചിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പാനി പെട്ടെന്ന് മനസ്സലിയുന്ന ആളാണ്. ഇപ്പൊ ഞാൻ ലാലേട്ടൻ്റെ അടുത്തും നമ്മൾ ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പാനി ഒരാളുടെ അടുത്ത് സംസാരിച്ച് ഒരു വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ തന്നെ ചെല്ലും മിണ്ടാനായിട്ട്, സോറി പറയാനായിട്ട്. അങ്ങനെ പാവം മനസ്സലിഞ്ഞ് പോയതാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെയോ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, കൊടുക്കണായിരുന്നോ വേണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ്. മൊത്തത്തിലൊരു ട്വിസ്റ്റ് ആണ് മൊത്തവും, എവിടെ നോക്കിയാലും ട്വിസ്റ്റ്. സത്യം.